വാർത്തകളിലേക്ക് വിശദമായി. കണ്ണൂർ അടയ്ക്കാത്തോട് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ മയക്കുവെടി വയ്ക്കാൻ ശ്രമം തുടരുന്നു. കാസർഗോഡ് നിന്നുള്ള മയക്കുവെടി വിദഗ്ധൻ സംഭവ സ്ഥലത്തെത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി അമൽ ചേരുന്നു. അമൽ, ഈ രാത്രി ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഒരു നീക്കത്തിന് സാധ്യതയുണ്ടോ? നിതീഷ്, നിലവിൽ ഇപ്പോഴും കടുവയെ പിടികൂടുവാനുള്ള ശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കാസർഗോഡ് നിന്നും എത്തിയ മയക്ക് വെടി വിദഗ്ധന്റെയും ഒപ്പം തന്നെ വനം വകുപ്പിന്റെയും നേതൃത്വത്തിലാണ് ഈ ശ്രമങ്ങൾ ഒക്കെയും പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. എങ്കിലും ഈ ഏറ്റവും വലിയ പ്രതിസന്ധിയായി നിൽക്കുന്നത് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇരുട്ട് വീണു കഴിഞ്ഞു എന്നുള്ളതാണ്. അതിനാൽ തന്നെ ഇനി മുന്നോട്ട് ഈ ശ്രമം എങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടി പറ്റും എന്നൊരു പ്രയാസം നിലവിൽ ഇപ്പോഴും ഉണ്ട്. ഒപ്പം തന്നെ കടുവയുടെ ആരോഗ്യനിലയും വലിയൊരു ബുദ്ധിമുട്ടാണ് നിലവിൽ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത്തരത്തിൽ ഈ മയക്കുവെടി വെക്കുമ്പോൾ അത് ഏത് രീതിയിലായിരിക്കും കടുവ അതിനോട് പ്രതികരിക്കുക എന്നൊരു വലിയ ഒരു സംശയം കൂടിയുണ്ട്. സംഭവ സ്ഥലത്ത് ഡോക്ടർമാരുടെ സംഘം അടക്കം ഉണ്ട്. കടുവ അവർച്ച നിലയിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രായമേറിയ കടുവയാണ്. ഒപ്പം തന്നെ കടുവയ്ക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. സാരമായ രീതിയിൽ തന്നെയാണ് പരിക്ക് പറ്റിയിട്ടുള്ളത്. അതിനാലാണ് ഈ റബ്ബർ തോട്ടത്തിലെ ഈ ചതുപ്പിൽ മണിക്കൂറുകളായി കടുവ ഇരിക്കുന്നത്. മറ്റെവിടേക്കും കടുവ നിലവിൽ സഞ്ചരിച്ചിട്ടില്ല. ഈ പരിക്ക് തന്നെയാണ് പ്രധാന കാരണം. അതേസമയം തന്നെ ജനങ്ങളുടെ വലിയൊരു പ്രതിഷേധം കൂടിയുണ്ട്. ഇന്ന് തന്നെ കടുവയെ പിടികൂടണം എന്ന രീതിയിൽ വലിയൊരു ആവശ്യം തന്നെയാണ് ജനങ്ങൾ ഉന്നയിക്കുന്നത്. ഇതിന്റെ പ്രധാന കാരണം നിലവിൽ ഇപ്പോൾ ചതുപ്പിൽ ഈ കടുവ ഉണ്ടെങ്കിൽ പോലും രാത്രിയോട്, അതായത് അർദ്ധരാത്രിയോടുകൂടി ഇവിടെ നിന്നും കടുവ മാറുവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അതായത് മണിക്കൂറുകളായി ഇവിടെ ഇരിക്കുകയാണ്. ഇര തേടാൻ വേണ്ടിയുള്ള സാധ്യതകളും ഉണ്ട്. അങ്ങനെ ഇര തേടി പോവുകയാണെങ്കിൽ നിലവിൽ ചിലപ്പോൾ വനം വകുപ്പിന്റെ നിരീക്ഷണത്തിന് പുറത്തേക്ക് ഈ കടുവ പോയേക്കാം. അത് ജനങ്ങൾക്ക് വലിയ ഭീഷണി തന്നെ ഉയർത്തും. അതിനാൽ തന്നെ കടുവയെ ഇന്ന് തന്നെ പിടികൂടണമെന്ന വലിയൊരു ആവശ്യമാണ് ജനങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ കടുവയെ പിടികൂടുവാനുള്ള എല്ലാ ശ്രമങ്ങളും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇരുട്ടായതാണ് നിലവിലൊരു പ്രതിസന്ധിയായി മുന്നിലുള്ളത്. ലിബീഷ്, ശരി അമൽ. കണ്ണൂർ അടയ്ക്കാത്തോട് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ശ്രമം തുടരുകയാണ്. കാസർഗോഡ് നിന്ന് മയക്കുവെടി വിദഗ്ധൻ സ്ഥലത്തെത്തിയിട്ടുണ്ട്. വിവരങ്ങളാണ് അമൽനാഥ് നൽകിയത്. ധാരാളം വിനോദസഞ്ചാരികൾ എത്തുന്ന ഇടുക്കി മൂന്നാർ മാട്ടുപ്പെട്ടി ബോട്ടിംഗ് സെന്ററിന് സമീപം കാട്ടുകൊമ്പൻ പടയപ്പയുടെ വിളയാട്ടം. വഴിയോരത്തുണ്ടായിരുന്ന പെട്ടിക്കടകൾക്ക് കാട്ടാന നാശം വരുത്തി. ഭക്ഷണ സാധനങ്ങൾ അകത്താക്കി. അരമണിക്കൂറോളം ഗതാഗത തടസ്സവും സൃഷ്ടിച്ചു. വീണ്ടും ജനവാസ മേഖലയിൽ ഇറങ്ങി കാട്ടുകൊമ്പൻ പടയപ്പ. മാട്ടുപ്പെട്ടി ബോട്ടിംഗ് സെന്ററിന് സമീപമാണ് പടയപ്പ എത്തിയത്.